ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇറച്ചിയുടെ ഒന്ന് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 കിലോ സവാള ചെറുതായി അരിഞ്ഞത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചതച്ചത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. പിന്നെ ഇതാ മസാലപ്പൊടിയായിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ബീഫ് മസാല, പിന്നെ 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേവിച്ച് പൊടിച്ച് വെച്ച ബീഫ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുള്ള മാവ് പരത്താൻ വേണ്ടിയിട്ട് 5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിൻ്റെ മാവിനെ പോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ അതൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും കുഴച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുളകളാക്കി മാറ്റിയെടുക്കുക. പിന്നെ നമ്മളെ പൂരിനാങ്കാട്ടിയും കുറച്ചും കൂടി ഒന്ന് വലുപ്പത്തിലാക്കണം, നന്നായി ചെറുതാക്കാൻ പാടില്ല. പിന്നെ ഓരോ ഉരുളകളും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നല്ലോണം നൈസായി പരത്തണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. പിന്നെ ഇതാ അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് 2 ഭാഗത്തും ഫില്ലിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് നേരെ പകുതിയായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ കൈവച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതാ കട്ടർ വെച്ചിട്ട് നടുവിലെ ഒന്ന് മുറിച്ച് കൊടുത്താൽ നമ്മുടെ ഇറച്ചിയട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾ ഓരോ വീഡിയോൻ്റെ ഇടയിലും ഇറച്ചിയടൻ്റെ റെസിപ്പി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചിട്ട് നിരന്തരം കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അപ്പോൾ ഞാൻ ഇന്ന് ആക്കുമ്പം അതൊന്ന് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് സഹകരിക്കണം. പിന്നെ നമ്മൾ ഇറച്ചിയുടെ ഫ്രോസൺ ആക്കുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇനി പുറത്തെ അടുക്കളൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് വെച്ചിട്ട്. പുറത്ത് അടുക്കളയൊന്നുമില്ല, കാര്യമായിട്ട് വീഡിയോ എടുത്ത് കാണിക്കാൻ മാത്രം. ഇൻഷാല്ല അടുക്കളയൊക്കെ ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട്. പഠിച്ചോൻ സഹായിച്ചാൽ ഉണ്ടാക്കും ഇൻഷാല്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു അടുപ്പ് മാത്രമേ പുറത്തുള്ളൂ. നമ്മൾ ഫ്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ ആവശ്യത്തിന് മാത്രം എൻ്റെ മോനൊരു അടുപ്പ് ഉണ്ടാക്കി തന്ന് ആ അടുപ്പ് മാത്രമല്ല, അതിൻ്റെ മുകളിലൊരു ഷീറ്റും കൂടി ഇട്ടിട്ട് തൽക്കാലത്തേക്കുള്ള ഒരടുപ്പ് മാത്രമാണിത്. അപ്പോൾ ഇതാ പുറത്ത് പോയിട്ട് അടുപ്പിന് കത്തിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാം. എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആകുന്നത് പോലെ നിങ്ങളോട് ഓരോരുത്തരുടെ കമൻറ്റ് കാണുമ്പോഴും എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കൂടിയാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാ അഭിപ്രായം, നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടാം. എല്ലാ കമൻറ്റിനും ഞാൻ പരമാവധി റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. റിപ്ലൈ കൊടുക്കാത്ത കമൻറ്റിൻ്റെ വീഡിയോയിലായിട്ട് അതിൻ്റെ മറുപടി കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.